സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നതോടെ എന്തെല്ലാം കോപ്രായങ്ങളാണ് നമ്മളിനി കാണേണ്ടി വരിക. രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ബി.ജെ.പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കപ്പിനും ചുണ്ടിനുമിടയിൽ 2 തവണ അവർക്ക് നഷ്ടപ്പെട്ട മഞ്ചേശ്വരത്ത് ജയിക്കാൻ ബി.ജെ.പി 18 പയറ്റുമ്പോൾ അവർക്ക് പാദസേവ ചെയ്യാൻ കുറെ അന്തംഗമികളും ലീഗ് വിരോധമൂത്ത് മത്തുപിടിച്ച ചില അല്പന്മാരും ഇറങ്ങിത്തിരിച്ചത് കാണുമ്പോൾ അവരെക്കുറിച്ച് എന്താണ് പറയാനാവുക? അത്തരത്തിലൊരു സംഭവമാണ് ഇന്നുണ്ടായത്. എ.കെ. അഷ്റഫ് എം.എൽ.എക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താൻ ജനകീയ മുന്നണി എന്ന പേരിൽ ചേർന്ന യോഗം തുടക്കത്തിൽ തന്നെ പ്രഹസനമായി മാറിയിരിക്കുകയാണ്. പണം കൊടുത്തും വലിയ വാഗ്ദാനങ്ങളടക്കം നൽകിയുമാണ് കുറച്ച് സ്ത്രീകളെ യോഗത്തിനെത്തിച്ചത്. യോഗം തുടങ്ങിയതോടെ തന്നെ സ്ത്രീകൾക്ക് കാര്യം പിടികിട്ടി തുടങ്ങി. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തിയ തട്ടിക്കൂട്ട് യോഗം കണ്ട് പലരും മടങ്ങിപ്പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇത് വാർത്തയാക്കാൻ കാസർഗോഡ് നിന്നും ഓടിക്കിതച്ചെത്തിയ ദൃശ്യമാധ്യമ പ്രവർത്തകരും പരിഹാസ്യരാകേണ്ടി വന്നു. വസ്ത്രം മാറും പോലെ പാർട്ടികൾ മാറി നിൽക്കക്കള്ളിയില്ലാത്ത ചിലരാണ് ജനകീയ മുന്നണിയുടെ ആശാന്മാർ. സ്ഥാനാർത്ഥി മോഹവുമായി എത്തിയ ഷാനവാസ് പാദൂറിന്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് തുക വാങ്ങിയ ചിലരാണ് അദ്ദേഹത്തെ ചതിക്കുഴിയിൽ വീഴ്ത്താനായി ഇത്തരത്തിലുള്ള നാടകം കളിക്കുന്നത്. ഒത്തുതീർപ്പ് രാഷ്ട്രീയം അംഗീകരിക്കാനാകില്ലെന്നും ലീഗ് വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് ഇവർ പറയുന്നത്. വികസനമോ നല്ല കാര്യങ്ങളോ എ.കെ. അഷ്റഫ് എം.എൽ.എ ചെയ്തിട്ടില്ലത്രേ. മഞ്ചേശ്വരത്ത് എ.കെ. അഷ്റഫിനെതിരെ പടയൊരുക്കമെന്ന ചാനൽ ബ്രേക്കിംഗ്. ബി.ജെ.പിക്കാരിൽ നിന്ന് അച്ചാരം വാങ്ങി കുറച്ച് ആളുകളെ വാടകയ്ക്കെടുത്ത് തട്ടിക്കൂട്ട് യോഗം ചേർന്നാൽ എങ്ങനെയാണ് അതൊരു പടയൊരുക്കമാവുക? മുന്നണികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്നും ഇവർ പറയുന്നു. LDFും UDFും ചേർന്ന് പരിഹരിക്കാൻ മാത്രം ഈ ജനകീയ മുന്നണിക്ക് എന്ത് പ്രശ്നമാണുള്ളതെന്ന് അറിയാൻ ഇന്ത്യ മഹാരാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഏതായാലും KR ജയാനന്ദനെ LDF സ്ഥാനാർത്ഥിയായി വന്നാൽ പുട്ടടിക്കാനൊന്നും കിട്ടില്ലെന്നായതോടെയാണ് ഇത്തരത്തിൽ ഓരോ കള്ളക്കഥകളുമായി ഇത്തരക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്.